വെൽക്കം ടു ദ ന്യൂ സെഷൻ. ഒരു സപ്പോർട്ടുണ്ട്. ഓൾറെഡി സപ്പോർട്ടിലായിരുന്നല്ലോ, ടച്ച് ചെയ്ത് മേലോട്ട് പോയി. ഒരു സെല്ലെടുത്തു. അപ്പോൾ പേരിൽ നോക്കിക്കൊണ്ടിരിക്കണ്ട, വേറെ പേരിലോട്ട് പോകാം. ഫോക്കസ് പ്രോ ജലദോഷം. ഒരു സപ്പോർട്ട്. ഒരു സെല്ലെടുത്തിരുന്നു. ലാസ്റ്റ് സെക്കൻഡിൽ ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യുക. ഓക്കെ, പ്രോഫിറ്റ്. ഒരു സെല്ലെടുത്തു. കുറച്ചൊരു മേളിലാണ് ഞാൻ സെല്ല് ഉദ്ദേശിച്ചത്. ആ കറക്റ്റ് എക്സാക്റ്റ് റെസിസ്റ്റൻസ് ലൈനിൽ അവിടെ കിട്ടിയില്ല. ഇവിടെ സെല്ലെടുക്കാൻ കാരണം ഓൾറെഡി ഒരു നല്ല താഴെ നിന്നിരുന്ന പെയറാണത്. ഈ ഭാഗത്തേക്ക് അവിടെ നിന്ന് ഒറ്റയടിക്കല്ല കയറി വന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിലോട്ട് വരുമ്പോൾ ആ റെസിസ്റ്റൻസിൽ നിന്ന് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി. ഷുവർ ഷോട്ടൊന്നുമല്ല, പറഞ്ഞതാണ്, അനാലിസിസ് പറഞ്ഞതാണ്. നമുക്ക് അനാലിസിസ് നടത്താനേ പറ്റുള്ളൂ, റിസൾട്ട് നമ്മുടെ കയ്യിലല്ല. പിന്നെ ഇപ്പോൾ നിലവിൽ ഈ ട്രെൻഡിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു. ഓക്കെ, നോക്കിക്കൊണ്ടിരിക്കണ്ടോ, നമുക്ക് അടുത്തേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, പേസിൽ ട്രെയിൻ ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അവിടെ പോയത്. അത് ലീവ് ഇറ്റ്. അടുത്ത പേര് നോക്കാം. ഫോക്കസ് പ്രോ. ഇവിടെ ഒരു സെല്ലെടുത്തു. ഇവിടെ സെയിം സ്ട്രാറ്റജി തന്നെയാണ് വെച്ചാൽ ഒരുപാട് നേരമായിട്ട് ഇത് പൊട്ടി കുറേ ക്യാൻഡിലായിട്ട് ഇങ്ങനെ റെഡ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താഴെ തന്നെ അവിടെ നിന്ന് ഒരു സിംഗിൾ ക്യാൻഡിലിൽ മേളിലോട്ട് വന്നു. അപ്പോൾ തിരിച്ചൊരു റീട്രേസ്മെൻറ്റിന് ചാൻസ് ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ട് സെല്ലെടുത്തത്. ഇവിടെ ഒരു റെസിസ്റ്റൻസി ഭാഗത്തുണ്ട്. ഓക്കെ, ഇവിടെ ഒരു വലിയൊരു വിക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സെല്ല് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെയും സെയിം തന്നെ കുറേ നേരമായിട്ട് താഴെ ആയിരുന്നു. 3 ക്യാൻഡിൽ മേളിലോട്ട് വന്നു. ഒരു സെല്ലിങ് വരായിരിക്കുമെന്ന് തോന്നി, അതുകൊണ്ടെടുത്തു. നമ്മൾ ഈ മുന്നത്തെ കണ്ടല്ലോ, ഇതിലാണ് നമ്മൾ നേരത്തെ ട്രേഡ് ചെയ്തത്. അവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നിരുന്നു. ഇവിടെ വർക്കൗട്ടായില്ല തോന്നി. ഭാഗത്താണ് റെസിസ്റ്റൻസ്, അവിടെ സെല്ല് ചെയ്താൽ മതിയായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് അവിടെ സെല്ല് ചെയ്തത്. ഓക്കെ, ഇതിന് മുന്നത്തെ ലോസായി, നമുക്കത് അനലൈസ് ചെയ്തേക്കാം.
ഓക്കെ, ഇവിടെ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വീണ്ടും സെല്ലെടുത്തത്. നമുക്ക് അടുത്തിലോട്ട് പോകാം. ഓക്കെ, ഗുഡ്. ഇപ്പോൾ ഒരു ലോങ് വിക്ക് ക്രിയേറ്റ് ചെയ്താൽ വീണ്ടും സെല്ല് ചെയ്യാം. ഓക്കെ, ലോങ് വിക്ക്. ഓക്കെ, രക്ഷയില്ല. ഇനി ഈ ഭാഗത്തെ റെസിസ്റ്റൻസ് നമുക്ക് കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് പ്രോഫിറ്റ് ലോസ് മാറി വന്നുകൊണ്ടിരിക്കുന്നത്. വേണ്ട, പ്രോഫിറ്റ് ലോസ്. അപ്പോൾ അവിടെ വിന്നിങ് പെർസെൻറ്റേജ് 50% ആണ്. ഒരു സപ്പോർട്ട്. ഇത് 50-50 കേട്ടോ. കഴിഞ്ഞ കുറച്ച് ക്യാൻഡിലുകളായിട്ട് ഇൻവേർട്ടഡ് ഹാമറാണ്. അപ്പോൾ സെല്ലിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയോണ്ട് എടുക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി ഷോർട്ട് എടുക്കണമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അതുകൊണ്ടാണ് സെല്ലെടുത്തത്. അത് ലാസ്റ്റ് നിമിഷം ലോസാക്കി. നോക്കി ലാസ്റ്റ് സെക്കൻഡിൽ ഇത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ റിവഞ്ച് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബാക്ക് ടു വീണ്ടും ഇത് തന്നെ പ്രോഫിറ്റ് ലോസ്. മൂന്നരയുടെ വരുമ്പോൾ 2 പ്രോഫിറ്റായി. ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ടെടുത്തത്. അത് താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൊണ്ട് സമയം കഴിഞ്ഞിരുന്നു. 10 സെക്കൻഡ് കൂടി ഇവിടെ സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റാകും. ഇനി 5 മിനിറ്റ് കൂടിയാണ് നമ്മുടെ ട്രേഡിങ് സെഷനിലുള്ളത്. പ്രോഫിറ്റായി.
ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരുന്നു. കുറച്ചുകൂടി മേലോട്ട് വന്ന് അതിന് സെല് ചെയ്യാം. വാ ഏകദേശം ഇവിടേക്ക് സെല് ചെയ്ത് ഒരെണ്ണം ചെയ്തോളൂ. ഓക്കെ, സെല് ചെയ്യാൻ കാരണം അവിടെ ഒരു റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്. പിന്നെ അത് കൂടാതെ ഈ സപ്പോർട്ടിൽ നിന്നാണ് അങ്ങോട്ട് മേലോട്ട് പോയതല്ലോ, അപ്പോൾ കുറച്ചും കൂടെ താഴേക്ക് വരേണ്ട. ഒരിക്കലും ഗ്രാഫ് വൺ സൈഡായിട്ട് പോകില്ല, മേലോട്ടേ താഴേക്ക് വരും. ആ ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വീണ്ടും ഇവിടേക്ക് വന്നു. ഇത് ബ്രേക്ക് ചെയ്തു, അപ്പോൾ താഴേക്ക് വരും, ഈ സപ്പോർട്ടിലോട്ട് വരും. ഗുഡ് എൻട്രി. കുറച്ചുകൂടി മേളിലോട്ട് വന്നിരുന്നു തോന്നുന്നു. വേണ്ട, മേളിലോട്ട് വന്നിരുന്നു കുറച്ച് പേരുടെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചിട്ടുണ്ടാവും. താഴെ പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തു, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എടുത്തത്. നമുക്ക് ഇത് വാച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് നേരത്തെ ഒരു ലോസ് വന്നതാണ് ഈ പെയർ. അതായത് ഇവിടെ എടുത്തത് അവിടെ ലോസ് വന്നിരുന്നു. പ്രൊഫിറ്റായി. വീണ്ടും മുകളിലേക്ക് വന്നിട്ട് മേലോട്ട് വീണ്ടും വന്ന് അത് ബ്രേക്ക് റെസിസ്റ്റൻസ്, എന്നിട്ട് ഇവിടേക്ക് വരാൻ ഞാൻ ഇവിടെ സെല് ചെയ്യാൻ തോന്നി. പക്ഷേ സെൻറ്റർ ഭാഗത്താണ് 50-50. സെൻറ്റർ ഭാഗത്ത് എടുക്കുന്ന ഒഴിവാക്കുക. ഇവിടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ആ സപ്പോർട്ടിലോട്ട് വന്നിട്ടാണ് മേലോട്ട് പോയത്. ഒന്നുകൂടി താഴേക്ക് വന്ന് നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാറുണ്ട്. ഒന്നുമില്ല, ബൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സെല്ലാണ് ചെയ്തത്. സെല് ചെയ്യാൻ കാരണം 2 വിക്ക് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ താഴേക്ക് വരും. പിന്നെ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ 15 മിനിറ്റ് ടൈമിംഗ് സെഷൻ കഴിയാറായി. അപ്പോൾ ഇത് ലാസ്റ്റ് മിനിറ്റിലെ ട്രേഡാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ലോസ് വന്നു കഴിഞ്ഞാൽ മൈൻഡ് റിവെഞ്ച് ആക്റ്റീവായിട്ട് ഈ ടൈമറിനെ റെസ്പെക്റ്റ് ചെയ്യാതെ വീണ്ടും നമ്മൾ ട്രേഡ് എടുക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും. അതായത് നമ്മളൊരു സെഷൻ ടൈമർ വെക്കുക, ആ ടൈമർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് എടുക്കരുത്. ആ ട്രേഡ് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ശരി. ഓക്കെ, 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ സെഷൻ തീർന്നു. ഇനി അടുത്തൊരു സെഷനിൽ കാണാം. അപ്പോൾ എനിക്ക് കുറച്ച് നല്ല ട്രേഡുകൾ ഈ സെഷനിൽ എടുത്താന്ന് തോന്നുന്നു. ആദ്യം 1 by 1 ആയിട്ട് ഓരോന്നെ
ഒരു ലോസ് ഒരു പ്രോഫിറ്റ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് വെച്ചത്. പിന്നെ ലാസ്റ്റായപ്പോൾ കുറച്ച് നല്ല പ്രോഫിറ്റ് അടുപ്പിച്ച് കിട്ടി. ഓക്കെ.